എന്തായാലും 2018-19 ഈ UB ഗ്രൂപ്പ് 1998 ആരംഭിച്ച് 99 ഈ ശബരിമല ശാസ്താവിന് സമർപ്പിച്ച 30.4 കിലോ സ്വർണം അത് പാളികളായി അത് പിന്നെ ഈ അവിടെ അമാൽഗമേറ്റ് ചെയ്തിരുന്ന സ്വർണ്ണമാണ്. റൂഫിലും അതുപോലെ അതിൻ്റെ സ്തൂപികയിലും അതിൻ്റെ ശ്രീകോവിലിൻ്റെ പുറം ചുവരുകളിലെ അയ്യപ്പ ചരിതങ്ങളിലും പടികളിലും പിന്നെ ക്ഷേത്ര കവാടത്തിലും ക്ഷേത്ര കവാടത്തിന് ഇരുവശമുള്ള ദ്വാരപാല വിഗ്രഹങ്ങളിലും ഒക്കെ പിടിപ്പിച്ചിരുന്ന സ്വർണ്ണമാണ്. അപ്പോൾ അത് ഒരു ഇത്രയും കാലാവധിക്കകം അത് കേടായി എന്ന് പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ആസൂത്രിതമായി ഒരു ചെറിയ കാര്യം ചെയ്യുകയും അപ്പോൾ അതിൽ 2018-19 മുതലാണ് ആരംഭിച്ചതെന്ന് പറയുന്നു. അതിനു മുമ്പും ഇത് പിന്നെ പാളികൾ ഈ ശ്രീകോവിലിൻ്റെ കഥ എന്തായാലും ശരി ഈ മൊത്തം സംവിധാനങ്ങൾ മൊത്തം നടപടിക്രമങ്ങളൊക്കെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് മോഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് നേതൃത്വം കൊടുത്തത് ഒരു പുറമേയുള്ള അയ്യപ്പ ഭക്തൻ നടിച്ചു വന്ന ഒരാളാണെന്നും അതിലെ പങ്കാളികളായ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുത്ത ബോർഡ്. അപ്പോൾ ഇവർക്കെല്ലാം അതിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കി. ഇപ്പോൾ ഇന്നലെ അപ്പോൾ അങ്ങ് പറയുന്നത് കാലങ്ങളായിട്ട് നടന്ന ഒരു ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് നിലവിലുള്ള ഈ മോഷണം നടന്നിരിക്കുന്നത് എന്ന്. തീർച്ചയായും ഈ സാധനം 1999 നമ്മുടെ ശബരിമലയുടെ സ്ഥാവര സ്വത്തിൻ്റെ ഭാഗമായി തീർന്നതാണ്. കാരണം UB ഗ്രൂപ്പ് സറണ്ടർ ചെയ്തു, സംഭാവന ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഇൻവെൻട്രി അനുസരിച്ച് ഇത്രയും കിലോ സ്വർണം ശബരിമല ദേവസ്വത്തിൻ്റെ ഈ സ്വർണം വില പിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത സ്വത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ഇളക്കിയതിൻ്റെ ഹിസ്റ്ററി വരുന്നത് 2018-19. അപ്പോൾ അതുമുതൽ ഇങ്ങോട്ടാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്തൂപിക കൊണ്ടുപോയെന്ന് പറയുന്നു, ശ്രീകോവിലിൻ്റെ പാളി ഈ മറ്റേ കഥക് കൊണ്ടുപോയെന്ന് പറയുന്നു, പിന്നെ അതുപോലെ ദ്വാരപാല വിഗ്രഹങ്ങൾ കൊണ്ടുപോയെന്ന് പറയുന്നു, അതിൻ്റെ പീഠങ്ങൾ എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇതൊക്കെ ഏത് ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ ഇത് ആരംഭിച്ച കാലത്ത് പിടിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ 2024-25 ഇത് ആവർത്തിച്ചപ്പോൾ പിടി വീണു. ഇതേ സിസ്റ്റം അത് അങ്ങ് പറയുന്നത് 2000 മുതൽ ഇത് ഒരു ആസൂത്രണം നടക്കുക.